14 മണിക്കൂറോളം ആശങ്കയുടെ മുൾമുനയിൽ നിന്ന ശേഷം ആശങ്കയുടെ പ്രശ്നങ്ങൾ മാറി ആശ്വാസ തീരത്തേക്ക് എത്തിയ വാർത്തയെക്കുറിച്ചാണ് ആദ്യം. കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളെയും കണ്ടെത്തി. 6 കിലോമീറ്റർ ദൂരത്തിൽ അർക്കുമത്തി ഭാഗത്തു നിന്നാണ് പാറുക്കുട്ടി, മായ, ഡാർലി എന്നിവരെ കണ്ടെത്തി വീട്ടിലെത്തിച്ചത്. അതേസമയം വഴിതെറ്റിയത് ആനയെ കണ്ടപ്പോഴെന്ന് രക്ഷപ്പെട്ട സ്ത്രീകൾ പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, വലിയ തോതിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ രാത്രിയായപ്പോൾ അതിൽ 2 സംഘങ്ങൾ തിരിച്ചു വന്നു. മറ്റ് 2 സംഘങ്ങൾ പുലർച്ചെ വീണ്ടും തിരച്ചിലിന് പോകുന്നു. ഇതൊക്കെയും ആശങ്കയുടെ വലിയ മണിക്കൂറുകളാണ് ഇങ്ങനെ നമുക്ക് സമ്മാനിച്ചത്. പക്ഷെ അവരെ വളരെ സുരക്ഷിതരായി കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് അവർ വ്യക്തമാക്കിയ കാര്യങ്ങൾ? എന്തുകൊണ്ട്, എങ്ങനെ അവർക്ക് വഴിതെറ്റി? കാരണം പശുക്കൾ ഇന്നലെ തന്നെ തിരിച്ചെത്തിയിരുന്നു. അവർക്ക് എങ്ങനെ വഴിതെറ്റി? അവരെങ്ങനെ കഴിഞ്ഞു? അവരെന്തൊക്കെ പറഞ്ഞു? വീണ പറഞ്ഞതുപോലെ തന്നെ ആശങ്കയുടെ വലിയ മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷമാണ് അവർ ഈ ഒരു ആശ്വാസ തീരത്തേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ കാത്തിരുന്ന ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകരെയും നാട്ടുകാരെയും എല്ലാവരും സംബന്ധിച്ചിടത്തോളം തന്നെ ആശങ്കകൾക്ക് അങ്ങനെ വിരാമമായി. അവർ പറഞ്ഞത്, ഈ ഒരു സംഭവത്തെക്കുറിച്ച് അവർ ചുരുക്കി പറഞ്ഞത്, ഈ പശുവിനെ കാണാതാകുന്നു, അവരുടെ മാളു എന്ന പശുവിനെ കാണാതാകുന്നു. അങ്ങനെ അതിനെ തിരഞ്ഞാണ് അവർ ഈ ഉൾക്കാട്ടിലേക്ക് പോകുന്നത്. അവർ 3 പേരും പോകുന്നത്. വൈകുന്നേരമായപ്പോൾ 4 മണിയോടെ കാട്ടാന കൂട്ടത്തെ കണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ പാറക്കൂട്ടത്തിന്റെ മുകളിലേക്ക് അവർ കയറി നിൽക്കുന്നത്. കാരണം പെട്ടെന്ന് അതിന്റെ തുമ്പിക്കൈക്ക് പോലും എത്താൻ പറ്റാത്ത അത്രയും ഉയരത്തിലുള്ള പാറക്കെട്ടുകളുടെ മുകളിലേക്ക് അവർ മാറുകയായിരുന്നു. എന്നാൽ അപ്പോഴും അവർക്ക് പെട്ടെന്ന് താഴത്തേക്ക് ഇറങ്ങി വരാൻ കഴിയുമായിരുന്നില്ല. കാരണം ഈ കാട്ടാനക്കൂട്ടം ആ പ്രദേശത്ത് നിന്ന് മാറി നടക്കുമ്പോൾ മാത്രമാണ് അവർക്ക് മാറാൻ ഒരു താഴത്തേക്ക് ഇറങ്ങി വരാൻ കഴിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ മറ്റു മാർഗമില്ലാതെ അവരവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. ഇതിനിടയിൽ എന്നാൽ ശാരീരികമായ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ മെഡിക്കൽ പരിശോധനയുടെ ഭാഗമായി 3 പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ മായയുടെ വീടാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ 3 പേരും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ തിരിച്ചു വന്നു എന്നത് വലിയൊരു ആശ്വാസകരം തന്നെയാണ്. എന്നാൽ സ്വാഭാവികമായും ഇതിൻ്റെ മറ്റ് പരിശോധനകൾ, നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ പരിശോധനയ്ക്കായി അവരെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. അവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇപ്പോഴും കൂടെയുണ്ട്. നേരത്തെ നമ്മൾ പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്, വലിയൊരു ആശ്വാസത്തിന്റെ അല്ലേ. ഒരിക്കൽ കൂടി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരും സന്തോഷത്തിലാണ്. ഈ ഒരു തിരിച്ചു വരുന്ന കാത്തിരിപ്പ് അവർക്കും ഉണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളും കാത്തിരുന്നു. ഇപ്പോൾ വരും കാത്തിരുന്ന് ഉറങ്ങിയിട്ടില്ല ശകലം പോലും. ഇന്നലെ 9:30 ഞങ്ങളോട് അങ്ങ് അടിമാലിന്ന്. പിന്നെ ഭക്ഷണവും ഇല്ല, ഒന്നും. അവർ ഭക്ഷണം കഴിക്കാതെ അവർ നമുക്കും കഴിക്കാൻ തോന്നുമോ? അതുകാരണം ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഞങ്ങളും അങ്ങനെ കരഞ്ഞും പിന്നെയൊക്കെ ആയിട്ട് വലിയൊരു സന്തോഷകരമായ ഒരു പരിസമാപ്തി ഉണ്ടായി. അല്ലേ? കാരണം ആ ഒരു ആശങ്കയുടെ മണിക്കൂറുകളാണ് പിന്നിട്ടത്. കാരണം ഏതാണ്ട് 14 മണിക്കൂർ 17 മണിക്കൂറിലേക്ക് അത് എത്തി. അത്രയും സമയം അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് തന്നെയല്ലേ? പിന്നല്ലാതെ അത് തന്നെയാണ്. ഞങ്ങൾ വന്നതോടുകൂടി ഞങ്ങൾക്ക് എല്ലാം നാട് മൊത്തം ഒരു സന്തോഷത്തിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടി. വേറെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആർക്കും കാണിച്ചിട്ടില്ലല്ലോ എങ്കിലും ഒന്ന് സാധാരണ ചെക്കപ്പിന്റെ ഭാഗമായിട്ടാണ് അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അല്ലാണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. വീണ, ഈ ഒരു ആശങ്കയുടെ മുൾമുനയിലേക്ക് എത്തിയ സംഭവങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഇന്നലെ രാവിലെയാണ്. ഇന്നലെ രാവിലെ ഇവർ വളർത്തിയിരുന്ന മാളു എന്ന പശുവിനെ കാണാതാകുന്നു. അതിനുശേഷം അതിനെ തിരഞ്ഞാണ് ഈ വനപ്രദേശങ്ങളിലേക്ക് ഇവരെല്ലാവരും തന്നെ, മായ അടക്കമുള്ള 3 പേരും അവർ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. അതിനുശേഷം അവിടെ എത്തിയപ്പോഴാണ് തിരിച്ച് ഈ ഒരു മാളുവിനെ കണ്ടെത്തി. മാളുവിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. കാരണം മാളുവാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. അല്ലെങ്കിൽ മാളുവിനെ തേടിയാണ് ഈ ആളുകളെല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് പോകേണ്ട, 3 പേരും അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നത്. കാരണം അവരവരുടെ ജീവനതുല്യം സ്നേഹിക്കുന്ന പശുവാണ്, അവരുടെ ജീവനോപാധിയാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഭാഗത്തേക്ക് അന്വേഷിച്ച് ഇറങ്ങുകയും ചെയ്തത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഈ കാട്ടാനക്കൂട്ടം അവിടെ നിലയുറപ്പിച്ചു. കാരണം ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി തന്നെ പെട്ടെന്ന് കാടിൻ്റെ ഒരു ചൂരറിയാൻ കഴിയും, മാറുന്ന സാഹചര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണ സാധ്യതകളെല്ലാം തന്നെ ഒരു പരിധിവരെ മുൻകൂട്ടി കണ്ടെത്താനും അവർക്ക് കഴിയും. അങ്ങനെ ആനക്കൂട്ടമുണ്ട് എന്ന് കണ്ടതോടുകൂടി അവർ വഴിമാറി നീങ്ങുകയായിരുന്നു. സ്വാഭാവികമായും ഒരു വഴിതെറ്റിപ്പോയി എന്നതിനപ്പുറം, വഴിതെറ്റിപ്പോയതല്ല എന്ന് അവർ
തന്നെ പറയുന്നുണ്ട് വഴി മാറിപ്പോവുകയായിരുന്നു. കാരണം ഈ ആനക്കൂട്ടം നിൽക്കുന്ന ഭാഗത്ത് നിന്ന് സുരക്ഷിതമായ മറ്റൊരു ഭാഗത്തേക്ക് അവർക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ നീങ്ങി പോയി ഒരു പാറക്കൂട്ടത്തിന്റെ മുകളിലേക്ക് അവർ അവിടെ നിലയുറപ്പിച്ചു. കാരണം സാധാരണ നിലയ്ക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ മുമ്പെല്ലാം ഈ വനപ്രദേശങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാട്ടാനകളെ കാണുകയോ അല്ലെങ്കിൽ അവരുടെ എവിടെയെങ്കിലും ആക്രമണ സാഹചര്യം ഉണ്ടാവുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ സുരക്ഷിതയായി നിൽക്കുക എന്ന കാര്യം തന്നെയായിരുന്നു മുമ്പ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതനുസരിച്ചാണ് അവർ ആ പാറക്കൂട്ടത്തിന്റെ മുകളിലേക്ക് മുമ്പ് 1-2 തവണ ഇതിൽ ചിലരെങ്കിലും കടന്നുപോയിട്ടുള്ള വഴികൾ തന്നെയാണ് അത്. അങ്ങനെ പാറക്കൂട്ടത്തിന്റെ മുകളിലേക്ക് പോയി ആ വഴികളിലൂടെ തന്നെയാണ് രക്ഷാപ്രവർത്തകരുടെ സംഘവും പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ള രക്ഷാപ്രവർത്തകരുടെ സംഘവും കടന്നുപോയത്. അവരും തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് പാറക്കെട്ടിന് മുകളിൽ അവരും നിലയുറപ്പിച്ചു. കാരണം ഈ രണ്ട് ആളുകൾക്കും തമ്മിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവർ ഉറക്കെ വിളിച്ചു കൂവുന്നുണ്ടെങ്കിൽ പോലും തിരിച്ചൊരു പ്രതികരണം ഈ ആളുകളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല. കാരണം അവർ ഭയന്നിരുന്നത് എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ നായാട്ട് സംഘങ്ങളായിരിക്കും, അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകുമെന്ന ഭയം കാരണം തന്നെ ആ ഒരു സാഹചര്യത്തിൽ അവർ പ്രതികരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം തന്നെ ഈ രക്ഷാദൗത്യത്തിന് ഇറങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടർ നടപടികൾ ദുഷ്കരമാക്കിയത് എന്ന് പറയുന്നത് ഈ കാട്ടാനക്കൂട്ടം തന്നെയായിരുന്നു. അവർ നിൽക്കുന്ന പരിസരത്തും കാട്ടാനകൾ നിലയുറപ്പിച്ചു. അവർക്കും താഴത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. ഈ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി മുകളിലേക്ക് പോകുമ്പോൾ പാമ്പ് കടിയേൽക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായി. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായി. അവരെല്ലാം പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും എല്ലാം ചെയ്തു. അങ്ങനെയാണ് ഏറ്റവും രാവിലെ 8 മണിയോടെ ആ രക്ഷാദൗത്യം ഒടുവിൽ വിജയത്തിലേക്ക് എത്തിയത്. രാത്രി പുലർച്ചയോടുകൂടി തന്നെ അവർ സുരക്ഷിതരാണ് എന്ന വിവരം ഇവിടെ നിന്ന് തെരഞ്ഞുപോയ ആളുകൾക്ക് ലഭിച്ചിരുന്നു. പിന്നീട് അവരെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ബന്ധുക്കൾക്ക് വലിയൊരു ആശ്വാസമായത്. കാരണം അവരോട് കൃത്യമായി തന്നെ മായ അടക്കമുള്ളവർ പറഞ്ഞു തങ്ങൾ സുരക്ഷിതരാണ്, ഇവിടെ തങ്ങൾക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ആളുകൾ എത്തുന്നതോടുകൂടി തങ്ങളെ രക്ഷിക്കാൻ എത്തിയവർ വരുന്നതോടുകൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് തങ്ങൾക്ക് വരാൻ കഴിയുമെന്ന കാര്യം പറഞ്ഞു. കാരണം 6 കിലോമീറ്ററോളം നടന്നു വരാനുള്ള ഒരു സമയം മാത്രമാണ് ബാക്കി. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ആ ഒരു ആശ്വാസത്തിന്റെ തിരുനാളമായിക്കൊണ്ട് അവർ ആ വഴികളിലൂടെ നമ്മൾ കണ്ടതാണ്. ആശ്വാസമുള്ള വാർത്ത തന്നെയാണ് ജിജീഷ് പങ്കുവയ്ക്കുന്നത്.